അപ്പോൾ ഒഫീഷ്യലി ഇന്ന് നമ്മുടെ ടോസ്റ്റ് ത്രോട്ടിലിൻ്റെ ഏറ്റവും ആദ്യത്തെ റൈഡാണ് നടക്കുന്നത്. വെൽക്കം ടു ദ റൈഡ്. അപ്പോൾ ഗൈസ്, വെൽക്കം ടു ഫുൾ കിറ്റഡ് റൈഡ്. ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ഫുൾ കിറ്റഡ് ആയിട്ടാണ് പോകുന്നത്. കാരണം ഇന്നൊരു ഗ്രൂപ്പ് റൈഡാണ്. അത് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്ത ഗ്രൂപ്പ് റൈഡാണ്. സോ വി നീഡ് ടു സ്റ്റേ റെസ്പോൺസിബിൾ, ഓർ വി നീഡ് ടു ബി റെസ്പോൺസിബിൾ ഫോർ അവർ സെൽസ് അറ്റ്ലീസ്റ്റ്. എന്നാലേ ബാക്കിയുള്ളവരും ശ്രദ്ധിക്കുള്ളൂ അവരവരുടെ കാര്യങ്ങൾ. കാരണം നമ്മളിവിടെ കിടന്ന് കുറേ പ്രീച്ച് ചെയ്തിട്ട് കാര്യമില്ല. അത് ചെയ്യണം, ഇത് ചെയ്യണം, നമ്മൾ ചെയ്തില്ലെങ്കിൽ കാര്യമില്ല. സോ വി ആർ ഗോയിങ് ഫുൾ കിറ്റഡ്. ഈ മിനി കൂപ്പറിൻ്റെ ആശാൻ അവിടെ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ കിറ്റിൽ റൈഡ് ചെയ്തിട്ട് കുറേ ആയി. ഒരുമാതിരി ഒരു എന്താ പറയുക, ഒരു സ്ട്രേഞ്ച് ഫീലിംഗ്. വെൽക്കം ബാക്ക്, ലെറ്റ്സ് ഗോ. നമ്മുടെ റൈഡിൻ്റെ പ്ലാൻസ് ഞാൻ പോകുന്ന വഴിയെ പറഞ്ഞുതരാം. ജഗഞ്ച പെട്രോളുണ്ട്, പേഴ്സ് എടുത്തിട്ടുണ്ട്, ഫോൺ രണ്ടും എടുത്തിട്ടുണ്ട്. മതി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മതി. ഗഫൂർ ഖാദൂസ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു അനദർ സാറ്റർഡേ നൈറ്റ് റൈഡ്. സാറ്റർഡേ നൈറ്റ് റൈഡില്ല, നമുക്ക് സ്ഥിരമൊന്നുമില്ല സാറ്റർഡേ നൈറ്റ് റൈഡ്. ഇടയ്ക്ക് ഇതുപോലെ ഒരു മൂഡ് വരുമ്പോൾ എടുത്ത് പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റൈഡ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തതാണ്. അതായത് നമ്മൾ അന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ റൈഡ് നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഞാനൊരു മെസ്സേജ് ഇട്ടു, കുറച്ച് പേര് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായ ഒരു റൈഡാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരൊക്കെ വരും എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഞാൻ ഇട്ട സമയത്ത് കുറേ പേര് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് ഫോളോ അപ്പ് മെസ്സേജ് അയച്ച എത്ര പേരും ഗ്രൂപ്പിൽ കണ്ടു എന്നറിയില്ല. അപ്പോൾ അതിൽ കൂടുതൽ റെസ്പോൺസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ എന്തായാലും നമുക്ക് അങ്ങോട്ട് നീങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇന്നത്തെ റൈഡ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ ക്യാമറ ഗോപ്രോ കുറച്ച് താഴെയാണോ? ഓക്കെ, ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ നേരെ ഡയറക്റ്റ്ലി പോകുന്നത് ഈനോക്ക് 1611 ആണെന്ന് തോന്നുന്നു. നമ്മുടെ 311 നമ്മുടെ ഗ്ലോബൽ വില്ലേജിന് നേരെ ഓപ്പോസിറ്റിൽ ഒരു ഈനോക്ക് ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഫസ്റ്റ് മീറ്റപ്പ് പോയിൻറ്റ്. അപ്പോൾ ഈ ഏരിയയിൽ, അല്ലെങ്കിൽ ഒരു ദുബായ് അതിൻ്റെ അടുത്ത് ഉള്ള ഏരിയയിൽ ആർക്കെങ്കിലും അവിടെ വന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ മാത്രം അതിൻ്റെ റെസ്പോൺസ് വന്ന് അവിടെ വരാമെന്നുള്ളൂ. അപ്പോൾ അയാളെ വെച്ച് അവിടെ ജോയിൻ ചെയ്യും. എന്നിട്ട് അവിടുന്ന് ഒരു ഏകദേശം ഒരു 9:45 9:50 ആകുമ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ലാസ്റ്റ് എക്സിറ്റിലോട്ട് പോകും. അബുദാബി ബൗണ്ട്. അതായത് ലാസ്റ്റ് എക്സിറ്റ് രണ്ട് സൈഡിൽ, റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ലാസ്റ്റ് എക്സിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് അബുദാബിയിലോട്ട് പോകുന്ന ആ ലാസ്റ്റ് എക്സിറ്റിലോട്ടാണ്. എന്നിട്ട് പിന്നെ അവിടെ ഫില്ലിങ് കാര്യങ്ങളല്ലാണ്ട് അവിടുന്ന് നമ്മൾ ഫില്ല് ചെയ്യുന്ന ചായയൊക്കെ കുടിച്ച് പിന്നെ അവിടുന്ന് നേരെ അവിടുന്ന് ഒരു യൂ ടേൺ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വരും. അപ്പോൾ അതാണ് പ്ലാൻ. കൂടുതലായിട്ട് റൈഡ് എന്ന് പറയാൻ മാത്രമൊന്നും കാര്യമില്ല. എന്ന് ജസ്റ്റ് ആരൊക്കെ വരുമെന്നറിയാനും അതുപോലെ തന്നെ വരാൻ പറ്റുന്നവർക്ക്, കുറേ പേര് ആരൊക്കെ ട്രാവലിംഗ് ഉണ്ട്, വരാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വരുന്നവരെ ഒന്ന് കാണുകയും ചെയ്യാം. പിന്നെ ജസ്റ്റ് ഒരു മീറ്റപ്പ്, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് എക്സിറ്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു മീറ്റപ്പ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ അത്രയേ ഉള്ളൂ. ഇന്ന് രാവിലെ ഒരു കുഞ്ഞു റൈഡ് പോയി. റൈഡ് എന്നല്ല, എനിക്കൊരു പുറത്ത് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ബൈക്കേലാക്കി. അങ്ങനെ അതിനെ നമ്മൾ റൈഡ് എന്ന് വിളിച്ചു. അപ്പുറത്തുള്ള വണ്ടിക്കാരൊക്കെ ആലോചിക്കുന്നുണ്ട്, ഇവനെന്താ ഈ കൈ കൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കുന്നത്, എന്ത് ഇവനീ ചെയ്യുന്നത്? കാരണം കുറേ പേർക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും അറിയില്ല ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്ലൂടൂത്ത് സിസ്റ്റം വെക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ക്യാമറയിലാണ്. പക്ഷേ എല്ലാവരും ഇപ്പോൾ ഈ ക്യാമറയും കൊണ്ട് ക്യാമറ വ്ളോഗ് ചെയ്തോണമെന്നില്ലല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന കുറച്ച് പേര് ആദ്യം ചിന്തിക്കുന്ന ഇതാണ്, മേ ബി അവനൊരു ഫോൺ കോൾ ആയിരിക്കും എന്നുള്ള ഒരു ചിന്തയായിരിക്കും. പക്ഷേ അതറിയുന്നവർക്ക്, അതായത് ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കാർഡോയോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെക്കാൻ പറ്റും, സെന ഇതെല്ലാം വെക്കാൻ പറ്റും എന്ന് അറിയുന്നവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നും ഫോൺ കോൾ ആയിരിക്കും എന്നുള്ളത്. അല്ലാത്തവർ വിചാരിക്കും ഇതെന്തോ ചെയ്യുന്നത്. കാരണം കുറേ പേർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴും അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ ഫോൺ കോൾ ചെയ്യാൻ, ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ സാധനം ഫിറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഇൻസ്റ്റ ഷോപ്പ്, ഞാൻ ഇതുവരെ ഇൻസ്റ്റ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തില്ല. അപ്പോൾ എനിവേയ്സ് നമുക്ക് വിൻഷീൽഡ് താത്താം, പണിയൊന്നും വാങ്ങിക്കണ്ട. വെതർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നേരം 9:20 രാത്രി. വെതർ കൊള്ളാം, കുഴപ്പമില്ല. ഇതൊരു ഡിഗ്രി കാണിക്കുമല്ലോ. 29 ഡിഗ്രി സെൽഷ്യസ് ആണ് എൻ്റെ വണ്ടിയിലെ ഡാഷ്ബോർഡിൽ കാണിക്കുന്നത്. പക്ഷേ കാറ്റ് കുറച്ച് തണുപ്പുണ്ട്. ഒരു സുഖമുള്ള കാറ്റ്. അപ്പോൾ നേരെ ഇനോക്കിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ആൻ അവർ ആയിരിക്കണം ലാസ്റ്റ് എക്സിറ്റിലൂടെ എത്താൻ. ലാസ്റ്റ് എക്സിറ്റ് വെക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അബുദാബിയിൽ നിന്ന്
ഒന്നോ രണ്ടോ റൈഡേഴ്സോ ഒരാൾ എന്തായാലും ഉണ്ട്, ബാക്കി അവരെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ അബുദാബിയിൽ നിന്ന് റൈഡേഴ്സ് വരാനുള്ളതുകൊണ്ട് ലാസ്റ്റ് എക്സിറ്റ് വെച്ച് കഴിഞ്ഞാൽ അബുദാബിയിൽ നിന്ന് വരാനുള്ളവർക്ക് ഈസിയാണ്, ദുബായിൽ നിന്ന് വരാനുള്ളവർക്ക് ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ഒരു മിഡ് പോയിന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ലാസ്റ്റ് എക്സിറ്റിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്വീകരണ സ്ഥലം ഇനോക്ക് 1611. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കാം. നിങ്ങൾ റൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ റൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നവർ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ തല തിരിച്ച് നോക്കാറുണ്ട് പല സമയത്തും നമ്മൾ ഇത് ചെയ്യുമ്പോൾ, എന്താ പറയുക, ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ കാര്യം. ഇതിന് മുന്നേ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ട് ബ്ലൈൻഡ് സ്പോട്ട് ഈസ് വെരി ഡേഞ്ചറസ്, എസ്പെഷ്യലി ഫോർ ബൈക്കേഴ്സ്. കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വണ്ടി കയറി വന്നാൽ നമുക്ക് വളരെ റിസ്ക്കിയാണ്. സോ എപ്പോഴും മാക്സിമം ഞാൻ പറ്റുന്ന അത്രയും സമയമെല്ലാം ഞാൻ തലയും കൂടെ തിരിച്ചിട്ട് നോക്കാറുണ്ട്. സിഗ്നൽ ഇട്ട് മിററിൽ നോക്കി സൈഡിലേക്ക് നോക്കിയിട്ടാണ് എടുക്കാറ്. റിസ്ക് എടുക്കണ്ട. നാട്ടിലാണെങ്കിൽ ഇത്ര സ്പീഡിലല്ല നമ്മൾ ഓടിക്കുന്നത്. ഇവിടെ മിനിമം എങ്ങനെയായാലും നമ്മളൊരു 100-ലായിരിക്കും സ്പീഡിൽ പോകുന്നത്. അപ്പോൾ ചെറിയ ഒരു അശ്രദ്ധ വലിയൊരു പണി വാങ്ങി വെക്കും. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് തല ഒന്ന് നോക്കി കഴിഞ്ഞാൽ, ഒറ്റ ഒരു ഗ്ലാൻസ് നോക്കി കഴിഞ്ഞാൽ തന്നെ കുറേ സേഫ്റ്റി നെറ്റ് അവിടെ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ ഫസ്റ്റ് സ്വീകരണ സ്ഥലത്തോട്ട് നീങ്ങാം. ലെറ്റ്സ് ഗോ ടു ഇനോക്ക് 1611. അത് തന്നെയാണെന്ന് തോന്നുന്നു ഇനോക്കിൻ്റെ നമ്പർ, എനിക്ക് ഓർമ്മയിൽ. പമ്പിനെല്ലാം നമ്പർ ഉണ്ട്, അതൊരു വലിയ കാര്യം. കാരണം ഇനോക്കിൻ്റെ പമ്പ് എന്ന് പറഞ്ഞാൽ ഏത് ഇനോക്കിൻ്റെ പമ്പ്, ഓരോ ഇനോക്കിനും നമ്പറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് 1611ലോട്ടാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അങ്ങോട്ട് വെച്ച് പിടിക്കാം. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മുടെ എക്സിറ്റ് എത്തറായി. നമ്മളുടെ പറഞ്ഞിട്ടുള്ള പമ്പ് ഇവിടെയാണ്, ലെഫ്റ്റ് സൈഡിൽ. ഇപ്പോൾ ഷാർജ സൈഡിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ IMG വേൾഡ് കാണും, റൈറ്റ് സൈഡിൽ ഗ്ലോബൽ വില്ലേജുകളുടെ എക്സിറ്റ് കാണാൻ പറ്റും. ഈ ഗ്ലോബൽ വില്ലേജിലേക്ക് വരുന്ന എക്സിറ്റിൻ്റെ ഈ എക്സിറ്റ് എടുത്താലാണ് നമുക്ക് ആ പമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഗ്ലോബൽ വില്ലേജിൻ്റെ ഈ ബോർഡ്, ഈ ഓറഞ്ച് അല്ലല്ലോ, ബ്രൗൺ കളർ ബോർഡ് കണ്ടാൽ ഏറ്റവും എക്സ്ട്രീം റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ലൈൻ പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ പമ്പിലോട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ മിക്കവാറും നമ്മളുടെ ഇനി റൈഡുകൾക്കൊക്കെ, ഈ റൂട്ട് പിടിക്കുന്ന റൈഡുകൾക്കൊക്കെ നമ്മൾ ഈ ഒരു പമ്പായിരിക്കും മിക്കവാറും നമ്മളൊരു മീറ്റപ്പ് പോയിൻ്റ് ആയിട്ട് വെക്കുന്നത്. കാരണം 311 ആയതുകൊണ്ട് ഒരുവിധം എല്ലാവർക്കും എത്താൻ ഈസി ഇതായിരിക്കണം. അപ്പോൾ ഇതൊരു മീറ്റപ്പ് പോയിൻ്റ് ആയിട്ട് വെക്കുക. അതായത് ആ ഡയറക്ഷനിലോട്ട് പോകുന്ന, അതായത് അബുദാബി ഡയറക്ഷനിലോട്ട് പോകുന്നത്. ഫുജൈറ, റാസ് ഖൈമ ഒക്കെ ആണെങ്കിൽ വേറൊരു മീറ്റപ്പ് പോയിൻ്റ് വെക്കേണ്ടി വരും. ഇതാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു കവാടം. ലെറ്റ്സ് ഗോ. 30 ഗ്ലോബൽ വില്ലേജ്. 30ാമത്തെ. അയ്യോ, ഇവിടെ ക്യാമറ ഉണ്ട്. സ്പീഡ് ലിമിറ്റ് ഇവിടെ കുറവാണ്. വെറുതെ പണി വാങ്ങി വെക്കണ്ടല്ലോ. നമ്മൾ കറക്റ്റ് ടൈമിങ് കേട്ടോ. നോക്കി അതിൽ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണുമെന്ന് അറിയാം. 9:30. ആ 6 എന്ന് ഗിയറിൻ്റെ റേഞ്ച് പോലെ കാണിക്കുന്ന ഐക്കണ്ട തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാം 9:30. നമ്മൾ 9:30ക്കാണ് ഇവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളവിടെ കറക്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ 9:31 എങ്ങനെ പോകും. പക്ഷെ എന്നാലും വി ആർ ഓൺ ടൈം. ഇന്ന് ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക്, ഇന്ന് രാവിലത്തെ റൈഡിൽ തിരിച്ചു പോകുന്ന വഴിക്ക് എന്തോ ബ്രേക്ക്, ബാക്കത്തെ ബ്രേക്ക് എന്തോ ഒരു ഗ്രിപ്പ് കിട്ടാത്ത പോലെ ഒരു ഫീലുള്ള പോലെ എനിക്ക് തോന്നി. അതിനിപ്പോൾ എന്താണ് സംഗതി? ബൈക്കേഴ്സ് ആരും എത്തിയില്ല. ഒരാൾ ഇവിടെ എത്തും എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ ഒരാൾ, അത് നമ്മുടെ കൂടെ ഉള്ളതായിരിക്കണം. ബ്രോ, കുറേ നേരം എത്തിയിട്ട് ആണോ? വേറെ ആരെങ്കിലും വരുന്നുണ്ടോന്ന്? അവന് ആരും മെസ്സേജ് കണ്ടിട്ടില്ല. നോക്കാം, നമുക്കൊരു 45 വരെ വെയിറ്റ് ചെയ്തിട്ട് ആളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പിടിക്കാം. പോവാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നീങ്ങുവായി. ഇനി നേരെ ലാസ്റ്റ് എക്സിറ്റിലോട്ടാണ് പിടിക്കുന്നത്. അവിടെ 3 ബൈക്ക് അബുദാബിയിൽ നിന്ന് വരുന്നത്. ഗ്ലോബൽ വില്ലേജ് നോക്കി ദൂരെ. അപ്പോൾ 3 വണ്ടി അബുദാബിയിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ 2 വണ്ടി വരുന്നുണ്ട്.
നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ 2 വണ്ടി, വേറെ 2 പേര് ക്യാൻസൽ ചെയ്തു. ARK എന്ന് പറയുന്ന ഒരാളും അതുപോലെ അച്ചായത്തി റൈഡർ എന്ന് പറയുന്ന ഒരാളും, 2 പേര്. ഒരാൾ അച്ചായത്തി ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ പെട്ടെടുക്കുക, അപ്പോൾ അവിടെ ഡിലേ ആയി, അപ്പോൾ അതുകൊണ്ട് എത്തില്ല. പിന്നെ ARK ട്രാഫിക്കിൽ പെട്ട് ARKക്ക് എത്താൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് അവരെ അടുത്ത റൈഡർ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ 5 പേര് മിക്കവാറും കാണുള്ളൂ. എന്തായാലും ലാസ്റ്റ് എക്സിൽ പോയിട്ട് അവിടെ നിന്ന് എല്ലാ വണ്ടികളും ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ ആരും ഉണ്ടല്ലോ വേറെ വണ്ടി, ഇതേ പോകുന്നൊരു ഗോൾഡ് വിങ്. അപ്പോൾ ബാക്കിലുള്ളതാണ് അഭിനന്ദിൻ്റെ കയ്യിലുള്ളത് നിഞ്ചയാണ് നമ്മുടെ പുറകിലുള്ള. അഭിനന്ദ് ഇപ്പോൾ ലൈസൻസ് എടുത്തിട്ട് ഏകദേശം 2 മാസം ആയി എന്നാണ് പറഞ്ഞത്, 2-2.5 മാസം ആയി എന്നാണ് പറഞ്ഞത്. നമുക്ക് അഭിനന്ദിന് വഴി തെറ്റാതിരിക്കാൻ എനിക്ക് തോന്നുന്നു ഒന്ന് സ്ലോ ആക്കാം. ഈ ട്രക്കിനൊന്ന് ക്രോസ് ചെയ്തിട്ട് നമുക്കൊന്ന് റൈറ്റ് പിടിച്ച് സ്ലോ ആക്കാം. അപ്പോൾ നമ്മൾ നേരെ ലാസ്റ്റ് എക്സിറ്റിലോട് പിടിക്കുന്നു. അവിടെ എത്തിയിട്ട് ബാക്കി വണ്ടികളെല്ലാം, ഇന്നത്തെ വണ്ടികളെല്ലാം കാണിച്ചു തരാം. ഒരു BMW വരുന്നുണ്ട്, പിന്നെ ഏതാ ഞാൻ കണ്ടേ, ഒരു CBR BMW ഇവിടുന്ന് അബുദാബിയിൽ നിന്നുണ്ട്, ഒരു CBR അബുദാബിയിൽ നിന്ന് വരുന്നുണ്ട്, നമ്മുടെ ആഫ്രിക്ക ട്വിൻ ഉണ്ട്, അഭിനന്ദിൻ്റെ നിഞ്ചയുണ്ട്, പിന്നെ ഏതാ ഒരു വണ്ടി കൂടെ ഉണ്ട് നെയ്ക്കഡ്. അതേതായിരുന്നു? യമഹ ആയിരുന്നോ MT ആണോ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നോക്കാം. എന്തായാലും നേരെ വിടട്ടെ. ബാക്കി നമുക്ക് ലാസ്റ്റ് എക്സിറ്റ് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഒഫീഷ്യലി ഇന്ന് നമ്മുടെ ടോസ്റ്റ് ത്രോട്ടിലിൻ്റെ ഏറ്റവും ആദ്യത്തെ റൈഡാണ് ഇന്ന് നടക്കുന്നത്. വെൽക്കം ടു ദ റൈഡ്. BMW ഒന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് എൻ്റെ അടുത്തോട്ടൊന്ന് വിചാരിച്ചു ഞാൻ. എനിവേസ് നമുക്കപ്പോൾ നേരെ ലാസ്റ്റ് എക്സിറ്റ് പിടിക്കാം. ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ ലാസ്റ്റ് എക്സിറ്റ്. ലെറ്റ്സ് ഗോ. അപ്പോൾ നേരെ ഷെയ്ഖ് സായിദ് റോഡിലോട്ട് വിടാം. ഇതേ നമ്മൾ ഈ റോഡ് നേരെ ഷെയ്ഖ് സായിദ് റോഡിലേക്ക് ഇറങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലാസ്റ്റ് എക്സിറ്റിലോട്ട് കയറും. അപ്പോൾ അവിടെ 3 റൈഡേഴ്സ് ചിലപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവാം, ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല. പോയി നോക്കി അറിയാം. അപ്പോൾ നമ്മളുടെ മെയിൻ റോഡിലേക്ക് കയറി. വിശ്വവിഖ്യാതമായ ഷെയ്ഖ് സായിദ് റോഡ്. ഏത് ദുബായിയുടെ മൂവി ക്ലിപ്പ് കണ്ടാലും അതിൽ കാണിക്കുന്നത്, ഓ മെട്രോ പോകുന്നു. വാട്ട് എ വ്യൂ മാൻ. എപ്പോഴും തലയിട്ട് നോക്കണം നമ്മൾ പോകുന്ന സ്ഥലം കറക്റ്റ് അല്ലേ എന്നറിയാൻ. സോറി, ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യാൻ. ഹെഡിങ് ടുവേർഡ്സ് അബുദാബി. അപ്പോൾ നമ്മുടെ ദുബായിയുടെ ഏറ്റവും ലാസ്റ്റ് പോയിന്റിലായിട്ടാണ് ഏകദേശം ഇത് വരുന്നത്. ഏകദേശം എത്ര പ്രാവശ്യം ഏകദേശം. എനിവേ നമ്മുടെ 2 സൈഡിലും ജബൽ അലി ഫ്രീ സോൺ ആണ് കാണുന്നത്. കുറച്ചുകൂടെ നമ്മൾ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ എത്തും. ലാസ്റ്റ് എക്സിറ്റ് കയറും. ലാസ്റ്റ് എക്സിറ്റ് പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് എക്സിറ്റ് ഈ സ്പെക്ടാക്കുലർ. ഇത് ബൈക്ക് കൊണ്ട് മാത്രം പോകാനല്ല, ജസ്റ്റ് കാറ് കൊണ്ട്, എസ്പെഷ്യലി രാത്രി പോകണം. രാത്രി പോയാൽ അതിൻ്റെ ഒരു വൈബ് കിട്ടുള്ളൂ, അതും ഈ വിൻ്ററിന്. എന്നിട്ട് രാത്രി പോയി അവിടെ ചെന്ന് നമ്മൾ ഒരു ചായയൊക്കെ വാങ്ങി പുറത്തിരുന്ന് കത്തിയടിച്ച്, അതാണ് അതിൻ്റെ ഒരു വൈബ്. കുറേ ഫ്രണ്ട്സിനെ കൊണ്ട് പോകണം, ഒറ്റയ്ക്ക് പോയാൽ അതിൻ്റെ മൂഡ് കിട്ടില്ല. എന്താ ഈ ദുബായ് ബിൽ ബോർഡുകളുടെയൊക്കെ ഒരു വലുപ്പം. നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് നിന്നാൽ അതിൻ്റെ ഒരു സൈസ് നമുക്ക് മനസ്സിലാവുള്ളൂ.
നമുക്ക് ഈ റോഡ് നേരെ പിടിച്ച് ഏകദേശം അബുദാബി കയറുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് ലാസ്റ്റ് എക്സിറ്റ് വരുന്നത്. നമുക്ക് ബോർഡ് കാണാൻ പറ്റും. ഇത് ഡസ്റ്ററാണോ വണ്ടി? ആർക്കാ എത്ര ധൃതി? പൊക്കം സണ്ണിക്കായിരുന്നു ഇത്ര ധൃതി, അർജന്റ് പോക്കെ. ഓ, വണ്ടി ഇങ്ങനെ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ആ പുഷ് ഉണ്ടല്ലോ, അതിങ്ങനെ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഹൈ വരാനുണ്ട്. അതാണ് ഈ വഴി തെറ്റിക്കുന്നത്. അതിങ്ങനെ കൊടുക്കുമ്പോൾ ഒന്നും കൂടെ അങ്ങ് വലിച്ചൊരു കൊടുക്കൽ കൊടുക്കാൻ തോന്നും. പക്ഷേ കൺട്രോൾ കമോൺ കൺട്രോൾ. പക്ഷെ എന്നാലും അതൊരു ഹരാണ്. ഈ ഏരിയയാണ് എൻ്റെ അറിവിൽ ദുബായ് സൗത്ത്. അതായത് എക്സ്പോ ഒക്കെ ആ സൈഡിലോട്ടാണ് എക്സ്പോ ഒക്കെ ഉള്ളത്. ഈ ഏരിയയാണ് കംപ്ലീറ്റ്ലി ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ദുബായ് സൗത്ത് ഏരിയ. ഇവിടെയാണ് പുതിയ എയർപോർട്ട്. ഇതിൻ്റെ ഏകദേശം പാരലലി അവിടെ എവിടെയാണ് എയർപോർട്ട് വരാനുള്ളത്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, ഇതിൻ്റെ കുറേ അപ്പുറത്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഏരിയ ഒക്കെ ഒന്നുകൂടെ റിയൽ എസ്റ്റേറ്റ് പ്രകാരം ഇതൊന്നുകൂടെ ഒന്ന് പുഷ്ടിപ്പെടും. എന്തായാലും പുഷ്ടിപ്പെടും, 100% പുഷ്ടിപ്പെടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് 5 വണ്ടികളാണ് നമുക്കുള്ളത്. ഈ ഒരു പമ്പ് റൈറ്റ് സൈഡിൽ ഈ പമ്പിൻ്റെ ബോർഡ് കാണുന്നില്ല, 1.5 കിലോമീറ്റേഴ്സ് ഉള്ള ഈ പമ്പാണ് നോർമലി ഞാൻ എപ്പോഴും അബുദാബി പോകുന്ന വഴിക്ക് ഇമാറാത്ത് ഇവിടെ കയറും. ഇവിടെ കയറിയിട്ട് ഇവിടെ ഒരു കഫ്റ്റീരിയ ഉണ്ട്. ആ കഫ്റ്റീരിയ കയറി ചായ അടിക്കും. ആ കഫ്റ്റീരിയയിൽ പണ്ടാരോ അതിൻ്റെ മുതലാളി ആരോ പിടിച്ച് സ്റ്റാഫിനെ പിടിച്ച് തല്ലി എന്നൊക്കെ പറയും. എനിക്ക് തീരെ ഇഷ്ടമില്ല, പബ്ലിക്കായിട്ട് പറയുന്നതിൽ എനിക്ക് ഒരു മടിയില്ല. അതിൻ്റെ ഏതായിരുന്നു അതിൻ്റെ പേര്, കരക്ചീനോന്നോ അങ്ങനെ എന്തോ ആണ്. സ്റ്റാഫ് പറഞ്ഞതാണ്, ഞാൻ അബുദാബി പോകുന്ന വഴിക്ക് സ്റ്റാഫ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അത് എത്രത്തോളം സത്യമാണോ അല്ലയോ ഒന്നും അറിയില്ല. അതിൻ്റെ അന്ന് അവിടെ ഉണ്ടായിരുന്ന മുതലാളി അതിൻ്റെ ഏതൊരു സ്റ്റാഫിനെ വഴക്ക് പറഞ്ഞ് ക്യാമറ ഇല്ലാത്ത സ്ഥലത്തോട്ട് അങ്ങോട്ട് കുറച്ച് മാറ്റി നിർത്തിയിട്ട് മുഖത്തിലിട്ട് അടിച്ചു. ഇവന്മാരൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. എനിക്കൊക്കെ ഒരു പവറും ഇല്ലാതെ പോയി അന്ന്. ഇന്നാണെങ്കിലും ഞാൻ പോലീസൊന്നും അല്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഒന്ന് കുറേ കലവില കൂട്ടാന്നല്ലാതെ, കാരണം പ്രൂഫും ഇല്ല. പക്ഷെ എനിക്ക് ശരിക്കും അന്ന് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡായി. ഒരുമാതിരി എന്താ പറയുക, ഊള മാനേജർമാർ. അത് മാനേജറാണെങ്കിലും ഓണറാണെങ്കിലും ആരാണെങ്കിലും. കുറേ ആയിരം, കഴിഞ്ഞ വർഷമോ അതിന് മുന്നത്തെ വർഷമാണ്. പക്ഷെ അത് ഊള പരിപാടിയാണ്. ഭീരുത്വമാണത്, ഭീരുത്വം. വെറും ഭീരുത്വമല്ല, വൻ ഭീരുത്വം. നമുക്ക് ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ റൈറ്റാണ് എടുക്കാനുള്ളത്. അവിടെ എന്തോ നടക്കുന്നുണ്ടല്ലോ, അത് മറ്റേ റിസോർട്ട്സ് എന്താണ് പറയുക, ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സ്. ലൈറ്റ് ഷോ ദൂരെ അങ്ങ് ദൂരെ. ലാസ്റ്റ് എക്സിറ്റിൻ്റെ തന്നെ ഒരു എക്സിറ്റ് ഉണ്ടാവണം. ഉണ്ട് ഇല്ലാതിരിക്കില്ല, ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഇതുപോലൊരു പമ്പുണ്ട്. അതാണ് ഈ കൺഫ്യൂസിങ് ആയില്ല. ഇത് ജസ്റ്റ് സ്റ്റാൻഡേർഡ് ഓൺ പമ്പാണ്, ഇതല്ല. അപ്പോൾ അടുത്ത എക്സിറ്റാണ്. നമുക്ക് ഈ ലെഫ്റ്റ് റൈറ്റ് ട്രാക്ക് പിടിച്ചെങ്ങനെ പോവാം. ആ ബ്രിഡ്ജ് കഴിഞ്ഞാലെന്ന് തോന്നുന്നു. ലാസ്റ്റ് എക്സിറ്റ് ഇവരെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ? ബ്രിങ് മീ ലാസ്റ്റ്. അത് തന്നെ ലാസ്റ്റ് എക്സിറ്റ്. ലെറ്റ്സ് ഗോ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ദി ലാസ്റ്റ് എക്സിറ്റ്. അതെന്നത് പറ്റിക്കരുത്. അത് തന്നെ. There we go, the last exit. ഇനി ഇവിടെ നമുക്ക് ഫില്ലിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫില്ലിയിൽ നിന്ന് ചായ കുടിക്കണം എന്നുള്ള പ്ലാനാണ്. അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കുടിക്കണം, കഴിക്കണം. ചാർജിങ് ഉണ്ട്, സ്റ്റാർബക്സ് ഉണ്ട്. നമുക്ക് ഫില്ലി അവിടെ, നമ്മുടെ തനി മലയാള ഫില്ലി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ദി ലാസ്റ്റ് എക്സിറ്റ് അബുദാബി ബൗണ്ട്. ഇതാണ് സാക്ഷാൽ ലാസ്റ്റ് എക്സിറ്റ്. അപ്പോൾ ഇനി ലാസ്റ്റ് എക്സിറ്റിലേക്ക് നമ്മൾ റൈഡ് വന്നില്ല എന്നുള്ള പരാതി ആരും പറയരുത്. നമുക്ക് അടുത്ത മെയിൻ ടാസ്ക് ഫില്ലി കണ്ടുപിടിക്കില്ല. ഫില്ലി. ഇവിടെ ഫില്ലി ഉണ്ട് എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. നമുക്ക് അല്ലെങ്കിൽ അപ്പുറത്ത് അവിടെ കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് ഇവിടെ എല്ലാം ബൈക്കുകൾ ഫുള്ള് ലോഡ് ചെയ്തല്ലോ. നമുക്ക് ഇതിൽ കൂടെ കയറ്റി അതിൻ്റെ അപ്പുറത്തോട്ട് കയറ്റണം. എനിക്ക് തോന്നുന്നു അവിടെ കൊണ്ട് നിർത്താം. വണ്ടികൾ ഒരുപാടുണ്ട്. ഞാൻ ആലോചിച്ച് ഇത് മിക്കവാറും ഒരു ഗ്രൂപ്പായിരിക്കും ഇവിടെ. നമുക്ക് അവിടെ എവിടെയും നിർത്താം. അവിടെ സീറ്റിംഗ് ഉണ്ട്. എത്തി കറക്റ്റ് ടൈമിങ്. നമുക്ക് ഇവിടെ ഇടാം. അപ്പോൾ ഇതാണ് അബുദാബി ഗ്യാങ്. അപ്പോൾ ഇവിടെ ഇട്ടേക്കാം.
കവാസാക്കി. ഇന്നത്തെ വണ്ടികൾ CBR 650 ആണത്. Another 650 Ninja. നമ്മുടെ ആഫ്രിക്കൻ ഇത് 900 അല്ലേ? 1300. Oh wait, 1600 അല്ലേ ഇത്? 1600, yes. And then MT9. വേറെ LOC എന്ന് പറഞ്ഞ സാധനം അതുമായി അങ്ങനെ ഞാൻ ഓഡിയോ സിസ്റ്റത്തിനെ കുറിച്ച് നല്ല ഇപ്പോൾ ഞാനിപ്പോൾ എക്സ്പേർട്ടാണ് ഓഡിയോ. K600 GT. ഇത് ഏതാ മോഡൽ ബ്രോ? ഇത് 18. ഇന്നത്തെ കൗബോയ് ആണ് BMW കൗബോയ്. ഇല്ല, നമ്മൾ പോവുമല്ല. നമ്മൾ ഫില്ലീഡ് ചായ കുടിക്കാൻ കയറിയതായിരുന്നു. അപ്പോൾ വണ്ടി അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി നിർത്താം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വണ്ടി ഇവിടുന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരെ പിടിച്ച് നമുക്ക് ഫില്ലിയിലോട്ട് നീങ്ങാം. അത് റോങ് വേ ആണല്ലോ നമ്മൾ പോകുന്നത്. ഇങ്ങനെ നമ്മൾ പിടിക്കുന്ന എല്ലാ കൊമ്പും റോങ് വേ ആണ്. അപ്പോൾ ഒരു റൈഡറും കൂടെ വരുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലെ ആദ്യത്തെ ഫീമെയിൽ റൈഡർ അച്ചായത്തി ബൈക്കർ റൈഡർ എന്ന് പറയുന്ന അക്കൗണ്ടാണ്. ഞാൻ എല്ലാം ടാഗ് ചെയ്യാം ഇവിടെ. അപ്പോൾ അവളും കൂടെ വന്നിട്ട് അവളും കൂടെ മീറ്റ് ചെയ്ത് മെല്ലെ നീങ്ങാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിൽ. എന്താ പറഞ്ഞേ? ആ ഓക്കെ. ബ്രോ ഹൊറിസോണ്ടലാണോ എടുക്കുന്നത്? ഹൊറിസോണ്ടൽ എനിക്ക് അയച്ചു തരുന്നുണ്ട്. എൻ്റെ യൂട്യൂബിന് കയറ്റാൻ അതിലേക്ക് ഞാൻ കയറ്റിടാം. അതോ എനിക്ക് അയച്ചു തരൂ? ഗ്രൂപ്പിലിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഗ്യാങ്. ഇന്നത്തെ നമ്മുടെ റൈഡേഴ്സ് ഗ്രൂപ്പ് ഇതാണ്. അപ്പോൾ എല്ലാവരും ഗിയറപ്പായി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ റൗണ്ട് അടിക്കും. ആക്കെ നിൽക്കുന്നതാണ് നിതിന് ഒരു വീഡിയോ എടുക്കും. ഫുൾ വീഡിയോ, ഒരു സിംഗിൾ റൗണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഷൂട്ട് ആൻഡ് വീഡിയോ ഷൂട്ട്സ് സെക്കൻഡ് റൗണ്ട്.
അപ്പോൾ പിന്നെ ഇനി നേരെ വിടാം അല്ലേ? അപ്പോൾ ഇനി അടുത്ത ഇതിന് നമുക്ക് കാണാം. ഓക്കെ, ശരി, കാണാം. ബാക്കിയുള്ളവരെ ഫ്രണ്ടിലാണോ? എല്ലാവരും അപ്പുറത്തോ? ഓക്കെ, വിട്ടേക്കാം. ശരി, നീ കാണാം. ബൈ. പോവാം. അഭിനന്ദ് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നീങ്ങാം. ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക് ഹോം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഇറ്റ്സ് ടൈം ടു ഗോ ബാക്ക് ഹോം. അപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ എല്ലാം തീർന്നിരിക്കുന്നു. നമ്മളിനി നേരെ തിരിച്ച് വീട്ടിലോട്ട്. നമുക്ക് ഇവിടുന്ന് യൂട്ടേൺ എടുക്കാൻ തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വണ്ടികളും ഇന്നത്തെ ഒരു കുഞ്ഞു റൈഡ്, നമ്മുടെ പ്ലാനിങ്ങിൽ ജനിച്ച ഒരു കുഞ്ഞു റൈഡ്, അതായിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ സമയം 1:30 നമ്മളിപ്പോഴും റോട്ടിൽ ആണ് പോകുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ എങ്ങനെ തിരിച്ച് യൂ ടേൺ എടുക്കാൻ പറ്റും എന്നുള്ളൊരു വഴി കൂടെ നോക്കണം. ഇതിൻ്റെ താഴെ കൂടെ വഴി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് തന്നെ പിടിക്കേണ്ടി വരും. അൽഹെസ്ത സ്ട്രീറ്റ് അത് വേണ്ട, നമുക്ക് ഈ വഴി പിടിക്കാം. എനിക്ക് ഓർമ്മയില്ല നമ്മൾ പണ്ട് എങ്ങനെയാണ് യൂ ടേൺ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗസ്റ്റ് വിൽ ഫൈൻഡ് ഔട്ട്. ഇവിടുന്ന് ഒരു എക്സിറ്റ് എടുത്ത് നമുക്ക് നേരെ തിരിച്ചു വിടാം. നല്ല തണുത്ത കാറ്റുണ്ട്. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും ബ്രിഡ്ജിൻ്റെ മേലെ കയറാം. ബ്രിഡ്ജിൻ്റെ മേലെ കയറിയിട്ട് വി ഷുഡ് ബി ഏബിൾ ടു ഗോ ബാക്ക്. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരിക്കണം. യെസ്, അതൊരു ബ്രിഡ്ജാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ കയറാം. മേലെ കയറിയിട്ട് ഇത് ബ്രിഡ്ജിൻ്റെ മേലേക്കുള്ള വഴിയാണ് എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ലെറ്റ്സ് ട്രൈ ദിസ്. നേരെ പിടിച്ചാൽ അതെ, ബ്രിഡ്ജിൻ്റെ മേലേക്ക് പോകും. യെസ്. അപ്പോൾ ഇതിന് മേലെ പോയി റൈറ്റ് പോയിട്ട് അവിടെ നിന്ന് ഒരു യൂ ടേൺ എടുത്ത് തിരിച്ച് ലെഫ്റ്റ് വന്ന് പിന്നെ ഒരു യൂ ടേൺ എടുത്ത് പിന്നെ തിരിച്ച് നമ്മൾ ഈ റോഡ് നേരെ തിരിച്ച് പുറകോട്ട് പിടിക്കും. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ റൈഡ് നൈസായിരുന്നു. എല്ലാവരും പുതിയ മുഖങ്ങളായിരുന്നു എനിക്ക്. എല്ലാവരും പുതിയ ആളുകൾ, പുതിയ ഫേസസ്, ന്യൂ എക്സ്പീരിയൻസസ്, ന്യൂ കോൺവെർസേഷൻസ്. കുറേ പേരെ നമ്മൾ പുതിയതായിട്ട് മീറ്റ് ചെയ്തു, കണ്ടു. ഇവിടെ നിന്നൊരു യൂ ടേൺ അടിച്ച് ബാക്കിലോട്ട് പോവാം. എന്നിട്ട് റോഡിൻ്റെ ആ സൈഡിൽ ഇതുപോലെ ഒരു റൗണ്ട് ബോട്ടും കൂടെ ഉണ്ടാവും. അവിടുന്ന് ഒരു യൂ ടേണും കൂടെ അടിച്ചാൽ സെറ്റാണ്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ അബുദാബി അല്ല, നമുക്ക് ഇങ്ങോട്ടാണ് പോകുള്ളത്. ചെറുതായിട്ടൊന്ന് ലീൻ ചെയ്യാനുള്ള ശ്രമം അവിടെ നടന്നു. പക്ഷെ എന്നാലും പഴയ ഒരു കോൺഫിഡൻസ് ഇപ്പോഴും വന്നിട്ടില്ല. പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും എൻ്റെ മൈൻഡ് ഇങ്ങനെ ഒരു ബ്ലോക്കാണ്. വേണോ, റിസ്ക് എടുക്കണോ, ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ബ്ലോക്കാണ്. കാരണം എപ്പോഴാ റോഡിൽ കല്ലോ എന്തെങ്കിലും വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ട എന്നുള്ള. വേണ്ട, അത്ര ലീൻ ചെയ്യണ്ട. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം നമ്മൾ അധികം സ്പീഡിലല്ല, പിന്നെ സ്പീഡിൽ പോകാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. അത് നല്ലൊരു കോർണർ നല്ല അടിച്ച് കയറ്റി പോവുകയാണെങ്കിൽ ദാറ്റ് ഹെൽപ്സ്. അപ്പോൾ ഇനി നേരെ സ്ട്രെയിറ്റ് ബാക്ക് ഹോം. അപ്പോൾ ഇന്നത്തെ റൈഡ് വണ്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴും നമ്മളൊരു ഗ്രൂപ്പ് റൈഡ് എങ്ങനെ വ്ളോഗ് ചെയ്യാം എന്ന് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രൂപ്പ് റൈഡ് പോകുമ്പോൾ ബാക്കി വണ്ടികളെ എങ്ങനെയൊക്കെ നമുക്ക് വ്ളോഗ് ചെയ്യാം. ഇനി കുറച്ച് വീഡിയോസ് കൂടെ ഞാൻ കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ഇത് വെച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ ഓസം ബഞ്ച് ഓഫ് പീപ്പിൾ. അബുദാബിയിൽ നിന്ന് 3 പേര്, ദുബായിൽ നിന്ന് ഞാൻ 4 പേര്, ദുബായിൽ നിന്ന് ടോട്ടൽ 7 പേര്. റിയലി നൈസ് റൈഡ്, നൈസ് പീപ്പിൾ, നൈസ് നൈറ്റ്, എ ഗുഡ് സാറ്റർഡേ നൈറ്റ്. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ റൈഡ്. അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്ത കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് പുതിയ കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം.
ഇതിനിപ്പോൾ നമ്മൾ നേരെ സ്ട്രെയിറ്റ് നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡിനെ പിടിക്കും. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നോർമലി നമ്മൾ എടുക്കുന്ന എക്സിറ്റ് 22 എടുക്കും. 22 എടുത്ത് നേരെ റൈറ്റ് പിടിക്കും. റൈറ്റ് പിടിച്ച് കഴിഞ്ഞ് എലായി സ്ട്രീറ്റ് കയറും. എലായി സ്ട്രീറ്റിൽ നിന്ന് നേരെ E311 ജോയിൻ ചെയ്യും. E311 ജോയിൻ ചെയ്ത് ദെൻ സ്ട്രെയിറ്റ് ബാക്ക് ഹോം. നമ്മൾ ഇന്ന് സംസാരിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് അഭിനന്ദും ഞാനും ഒരേ സ്ഥലത്താണ് താമസം. ഓക്കെ, നമ്മുടെ ബാക്കിൽ അവന് ഇപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ എക്സിറ്റ് എടുക്കും. ഇപ്പോൾ ഏകദേശം ഞാനും അവനും താമസിക്കുന്ന ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയാണ്. ചെറിയ ഡിഫറൻസ് എന്ന് പറയാനൊന്നുമില്ല സത്യം പറഞ്ഞാൽ, ഒരേ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ റൈഡിങ്ങിലൂടെ നമ്മുടെ അടുത്ത് താമസിക്കുന്ന ഒരാളെയും കൂടെ കണ്ടെത്തിയിരിക്കുന്നു. ഒരാളെയും കൂടെ നല്ല ആദ്യത്തെ ആളാണത് നമ്മുടെ ഈ ഏരിയയിൽ തന്നെ താമസിക്കുന്നത്. ഇനിയും ഉണ്ടാവും ഉറപ്പാണ്. ഇവിടെ മലയാളി റൈഡേഴ്സ് 100% മലയാളി റൈഡേഴ്സ് ഇവിടെ ഉണ്ടാവും. 100% ശരിയാണ്. അപ്പോൾ അവൻ പോയി, നമുക്ക് നേരെ ലെഫ്റ്റ് പിടിക്കാം. കാണാം ബ്രോ. അവനപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്, നമ്മൾ നേരെ ഇങ്ങോട്ടും പിടിക്കാം. അങ്ങനെ അവൻ വീട്ടിലോട്ട് പോയി, ഇനി നമ്മൾ വീട്ടിലോട്ട് പോവും. അവൻ ഇങ്ങോട്ടാണോ? ഏതാ അവൻ്റെ വണ്ടിയല്ല, അത് വേറെ ഡെലിവറി വണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, അതായിരുന്നു ഇന്നത്തെ റൈഡ്. ഇന്നത്തെ ഒരു കുഞ്ഞു ഗ്രൂപ്പ് റൈഡ്, നമ്മൾ ഫസ്റ്റ് എവർ ടോസ്റ്റഡ് ത്രോട്ടിൽ റൈഡ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് സജഷൻസ് ഉള്ളത്, ഞാൻ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും എങ്ങനെ ചെയ്യണം, നിങ്ങൾക്ക് എങ്ങനെയാണ് കാണേണ്ടത്, ആസ് എ വ്യൂവർ ഈ വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഗ്രൂപ്പ് റൈഡ്, ഇപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഓർഗനൈസ് ചെയ്ത ഒരു റൈഡ് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്ത് ആദ്യത്തെ നമ്മൾ ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഓർഗനൈസ് ചെയ്ത റൈഡ് നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് കാണാൻ താല്പര്യം എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്യണം. ഇനി അവിടെ ഇരിക്കുമ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കുന്ന കൂടുതൽ ക്ലിപ്സ് വേണോ, വണ്ടികളുടെ കൂടുതൽ ക്ലിപ്സ് വേണോ, നിങ്ങൾക്ക് കാണാൻ താല്പര്യം എന്താണ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇനി എന്തെല്ലാം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളത് എന്നുള്ളത് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇനി അടുത്ത വ്ളോഗ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഐ വിൽ സീ യു ഗൈസ് ദേർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി എൻ്റെ സെക്യൂരിറ്റിയെ ഞാൻ തപ്പട്ടെ.